വിജയ് ഹസാരെ ട്രോഫിയിലെ അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ തമിഴ്നാടിനോട് 78 റൺസിന് തോറ്റ് ക്വാർട്ടർ കാണാതെ കേരളം പുറത്തായത് വലിയ നിരാശയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കേരളത്തിലെ ക്രിക്കറ്റ് ആരാധകർ ആദ്യം ബാറ്റ് ചെയ്ത തമിഴ്നാട് ഉയർത്തിയ 295 റൺസ് വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് വീശിയ കേരളം 40 പോയിന്റ് 2 ഓവറിൽ 217 ഓൾ ഔട്ടായി. 45 പന്തിൽ 73 റൺസ് എടുത്ത ക്യാപ്റ്റൻ രോഹൻ കുന്നുമ്മൽ ഒന്ന് പൊരുതി നോക്കി. ബാബ അപരാജിതും വിഷ്ണു വിനോദും 35 റൺസ് വീതമെടുത്തു. സൽമാൻ നിസാർ 25 റൺസ് എടുത്ത് പുറത്തായി. ക്വാർട്ടറിലെത്താൻ മികച്ച റൺ റേറ്റിലുള്ള വിജയം കേരളത്തിന് അനിവാര്യമായിരുന്നു. പക്ഷേ ആ മത്സരത്തിൽ സഞ്ജു സാംസൺ ഇല്ലായിരുന്നു. പകരം എത്തിയത് കൃഷ്ണപ്രസാദ് ആയിരുന്നു. അദ്ദേഹവും രോഹനും ചേർന്ന ഒരു മികച്ച തുടക്കം കേരളത്തിന് നൽകി. ഓപ്പണിംഗ് വിക്കറ്റിൽ ഇരുവരും 8.4 ഓവർ ബാറ്റ് ചെയ്തു. 57 റൺസ് അടിച്ചിരുന്നു. പക്ഷേ കേരളത്തിന് തോൽവിയായിരുന്നു. ത്രിപുരയോട് ജാർഖണ്ഡ് തോൽവി വഴങ്ങിയതിനാൽ തമിഴ്നാടിനെതിരെ മികച്ച മാർജിനിൽ ജയിച്ചിരുന്നെങ്കിൽ കേരളത്തിന് ക്വാർട്ടറിൽ എത്താമായിരുന്നു. 48 ഓവറിൽ ആ മത്സരം ജയിച്ചാൽ മതിയായിരുന്നു കേരളത്തിന്. അവസാന മത്സരത്തിൽ കർണാടകയെ തോൽപ്പിച്ച മധ്യപ്രദേശാണ് ഗ്രൂപ്പ് എയിൽ നിന്ന് നേരത്തെ ക്വാർട്ടർ ഉറപ്പിച്ച് കർണാടകയ്ക്കൊപ്പം ക്വാർട്ടറിലെത്തിയത്. 7 കളികളിൽ 4 ജയവും 3 തോൽവിയും അടക്കം 16 പോയിന്റ് നേടിയ കേരളം 3-ാം സ്ഥാനത്തായി ഫിനിഷ് ചെയ്തു.